ഹായ് ഫ്രണ്ട്സ്, എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹാൻഡ് വർക്ക് ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഞാൻ ക്രിസ്മസ് സമയത്ത് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ്, ആലിയ കട്ടിൽ വരുന്ന അംബർല കുർത്തിയുടെ. അപ്പോൾ ഇതിൽ അതിൻ്റെ യോക്ക് പാർട്ടിലായിട്ട് ചെയ്തൊരു ഡിസൈനാണ് കേട്ടോ. ഒരുപാട് പേര് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ലൈനിങ്ങിൽ യോക്ക് പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമ്മളെ ബാക്ക് പീസ് ഇതിലൊന്ന് സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാതെ നമ്മൾ ആ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള അത്രയും ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല സൈഡ് മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ നിവർത്തിയെടുക്കണം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് പീസില്ലേ, അത് ഇതിൻ്റെ പുറത്തായിട്ട് വെച്ചിട്ട് ആദ്യം ഒന്ന് പിൻ ചെയ്തെടുക്കാം. പിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. ഇനി നമ്മൾ ഈ സെയിം അളവ് തന്നെ ഇതിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, കറക്റ്റ് നമ്മൾ ആ കട്ട് ചെയ്ത ആ ഒരു അരികിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ പീസിനെ ഒന്ന് എടുത്ത് മാറ്റണം. എന്നിട്ട് ആ ഷോൾഡറിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7 ഇഞ്ച് 7 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ സെൻറ്ററിലായിട്ട് തന്നെ നെക്കിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഈ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ആ സെയിം അളവ് തന്നെ അതിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. പിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അത് ചുരുങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് സൈഡിൽ സീം അലവൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1.5 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല സൈഡ് ആയതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അധികം ഡാർക്കായിട്ട് മാർക്ക് ചെയ്യണ്ട. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. ആം ഹോളിൻ്റെ സൈഡും ഷോൾഡറും ഒക്കെ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ തയ്യൽ തുമ്പിൽ വരാത്ത രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്ലവർ സ്പ്രെഡ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണോ നമുക്ക് ഫ്ലവർ വേണ്ടത് അവിടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രെയിമിൽ സെറ്റ് ചെയ്തെടുക്കാം. യോക്ക് പാർട്ട് ഫുള്ളായിട്ട് നമുക്ക് ഫ്രെയിമിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു സൈഡിൽ വർക്ക് ചെയ്തിട്ട് മറു സൈഡിലെ വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ലേസി ഡേസി സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഓരോ പെറ്റലും സെയിം അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലെ ഒന്ന് പ്ലസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡിലൊന്നും ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കണം. കണ്ടോ, ഇനി നിങ്ങൾക്ക് റൗണ്ടിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കോയിൻ എന്തെങ്കിലും വെച്ചിട്ട് ആദ്യം ഒന്ന് റൗണ്ട് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ ലൈൻ മാർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ, ക്രോസ് ആയിട്ട്. അപ്പോൾ ഞാനിവിടെ ആങ്കർ ത്രെഡിലാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു നീഡിൽ എടുക്കണം. ഒരു സൈഡിൽ മാത്രമേ ഞാൻ കെട്ടിട്ട് കൊടുക്കുന്നുള്ളൂ. ഉണ്ടോ, ഇതേപോലെ ഒരു സൈഡിൽ മാത്രം കെട്ടിട്ട് കൊടുത്താൽ മതി. മറു സൈഡ് ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൂടി നീഡിൽ ഇതുപോലെ പുറത്തോട്ട് എടുക്കണം. എടുത്ത ശേഷം നമുക്ക് ആദ്യം നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടില്ലേ, ഈ ഓരോ ലൈനിലായിട്ട് ഓരോ പെറ്റിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഈ ത്രെഡിൻ്റെ ഉള്ളിലൂടെയാണ് ഞാനിവിടെ നീഡിൽ വലിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ ഉള്ളിലോട്ട് വലിക്കണം, ആ ത്രെഡിൻ്റെ മറു സൈഡിൽ കൂടി. കണ്ടോ, നമുക്കൊന്നും കൂടെ നോക്കാം. കണ്ടോ, ഇതേപോലെ ഒന്ന് നീഡിൽ പുറത്തോട്ട് എടുത്തിട്ട് നീഡിൽ ഇതുപോലെ ഉള്ളിലൂടെ കുത്തി നമ്മൾ ആ ഒരു ലൈനിൻ്റെ മറു സൈഡിൽ കൂടെ എടുക്കണം. എന്നിട്ട് ഈ ത്രെഡ് ആ നീഡിലിൻ്റെ അടിയിൽ കൂടെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നീഡിൽ ഇതുപോലെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതി കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ത്രെഡിൻ്റെ മറു സൈഡിൽ കൂടെ ഉള്ളിലോട്ട് വലിച്ചെടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്ലവറാണ് കേട്ടോ. ഭയങ്കര ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വീണ്ടും ഇതേപോലെ തന്നെയാണ് ഓരോ പെറ്റലും ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, ഇതേപോലെ നീഡിൽ കുത്തി ആ ഒരു ലൈനിൻ്റെ മറു സൈഡിൽ കൂടെ എടുക്കണം. എന്നിട്ട് ഈ ത്രെഡ് ഉള്ളിൽ കൂടെ ആ ഒരു നീഡിലിൻ്റെ അടിയിൽ കൂടെ എടുത്ത് വെക്കണം. എന്നിട്ട് വേണം നീഡിൽ വലിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇതേപോലെ ആ ത്രെഡിൻ്റെ മറു സൈഡിൽ കൂടെ ഉള്ളിലോട്ട് വലിക്കണം. ഇതേപോലെ നമുക്ക് ഓരോ പെറ്റലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പെറ്റൽ ചെയ്തിട്ട് നമ്മൾ ഈ നീഡിൽ താഴത്തോട്ട് എടുക്കത്തില്ലേ, അപ്പോൾ അധികം ടൈറ്റ് ചെയ്ത് കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക മാത്രം ചെയ്യണം.
ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പെറ്റൽ കൊണ്ട് ചുരുങ്ങി കൊടുക്കും, നമുക്ക് ഈ ഒരു ഭംഗി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇതേപോലെ കുത്തി പെറ്റൽ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അപ്പോൾ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നീഡിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് താഴത്തോട്ട് എടുക്കുമ്പോൾ അധികം ടൈറ്റ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്തിട്ട് വേണം അടുത്ത പെറ്റൽ ചെയ്യാനായിട്ട്. അപ്പം നമ്മളിവിടെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് എടുത്ത് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. കെട്ടിടുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് അധികം ടൈറ്റ് ചെയ്ത് കൊടുക്കരുത്. ഞാനിവിടെ ഈ ഒരു ക്ലോത്തുമായിട്ട് ചേർത്താണ് കെട്ടിടുന്നത്. കണ്ടോ, ചെറുതായിട്ടൊന്ന് ക്ലോത്തിലൊന്ന് എടുത്ത് ആ ഒരു 1-2 ത്രെഡ് എടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഫ്ലവറും കൂടെ ഒന്ന് പിടിച്ച് വെച്ചിട്ട് വേണം ചെറുതായിട്ടൊന്ന് വലിച്ച് വിടാനായിട്ട്. നമ്മളിവിടെ എല്ലാ ഫ്ലവറും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനിവിടെ ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഹാഫ് ബീഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബീഡ് വേണമെങ്കിലും എടുക്കാം. എൻ്റെ കയ്യിൽ ഹാഫ് ബീഡേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അതെടുത്തത്. ഇതേപോലെ ഉള്ളിൽ നിന്നും നീഡിൽ പുറത്തോട്ട് എടുത്തിട്ട് അതിൽ ബീഡ് കയറ്റുക. എന്നിട്ട് അതിൻ്റെ മറു സൈഡിൽ കൂടി ഉള്ളിലോട്ട് നീഡിൽ എടുത്താൽ മതി. അപ്പോൾ നമുക്കതവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും. എന്നിട്ട് ബാക്കിലൊന്ന് കെട്ടും കൂടെ ഇട്ട് കൊടുക്കണേ. ഓരോ ബീഡും ചെയ്തിട്ട് 1-2 കെട്ടും കൂടെ ഇട്ടിട്ട് വേണം അടുത്ത ബീഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഇതേപോലെ നമുക്ക് എല്ലാ ഫ്ലവറിൻ്റെയും സെൻറ്ററിലായിട്ട് ഓരോ ബീഡ് വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് തീരെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതേപോലെ മറു സൈഡിലും ഫ്ലവർ ചെയ്തെടുക്കണം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.